കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കണ്ട ശേഷം ബാക്കി ക്ലാസ്സസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 9ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് നമ്പർ ഇൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ. ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് നമ്പർ എഴുതാനാണ്. നമ്പർ നെയിം തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ നമ്പേഴ്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ കോമ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 1s 10s 100 കഴിഞ്ഞ് ഒരു കോമ കൊടുക്കുക. ദെൻ ഓരോ 2 ഡിജിറ്റ് കഴിഞ്ഞ് വീണ്ടും കോമ കൊടുക്കുക. അതായത് 1s 10s 100 കഴിഞ്ഞ് കോമ, ദെൻ 1000 10,000 കഴിഞ്ഞൊരു കോമ, ദെൻ ലാക്ക് 10 ലാക്ക് കഴിഞ്ഞിട്ട് കോമ കൊടുക്കണം. ദെൻ ക്രോർ 10 ക്രോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ എഴുതാം. ക്രോറിന് നമ്മൾ ആദ്യം 1 എന്ന് എഴുതി, ദെൻ കോമ, ദെൻ 1 ലാക്ക്. 1 ലാക്കിൽ ഇവിടെ 10 ലാക്കാ ശരിക്കും നമുക്ക് 2 ഡിജിറ്റ് വരുമ്പോൾ 10 ലാക്കാ വരുന്നത്. അപ്പോൾ നമുക്ക് 10ന്റെ പ്ലേസിൽ നമ്പർ ഇല്ല, 1 എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് എന്ത് കൊടുക്കാം? 0 1. ഓക്കെ, ദെൻ 1000. 1000ന്റെ പ്ലേസ് മാത്രമേ ഉള്ളൂ, 10,000 പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 10,000ൽ 0 കൊടുക്കാം. ദെൻ 1. ലാസ്റ്റ് 1010 10 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെയും 100 പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 100ന് 0 കൊടുത്തിട്ട് ദെൻ 10 എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ റീഡ് ചെയ്യാം? 1 crore 1 lakh 1010. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 billion 1 million 1001. അപ്പോൾ ഇവിടെ ബില്യൺ മില്യൺ വരുന്നത് അമേരിക്കൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിലാണ്. അപ്പോൾ നമുക്ക് ബില്യന് എങ്ങനെ കൊടുക്കാം? 1 ബില്യൺ. അമേരിക്കൻ പ്ലേസ് വാല്യൂയിൽ ഓരോ 3 ഡിജിറ്റ് കഴിയുമ്പോഴാണ് കോമ കൊടുക്കേണ്ടത്. 3 ഡിജിറ്റ് വീതമാണ് കോമ കൊടുക്കാറുള്ളത്. അപ്പോൾ ബില്യൺ നമ്മൾ 1 കൊടുത്തു, ദെൻ കോമ, ദെൻ 1 മില്യൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇവിടെ 3 ഡിജിറ്റാണ് വരേണ്ടത്. 3 ഡിജിറ്റിനകത്ത് ഇവിടെ 1 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് 0 കൊടുക്കണം. ദെൻ 1, ദെൻ കോമ കൊടുക്കുക. ദെൻ 1000 ഇവിടെയും 1 പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 3 ഡിജിറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 001 കൊടുക്കണം. ദെൻ വീണ്ടും 1, അവിടെയും 3 ഡിജിറ്റാണ് ആവശ്യം, നമുക്ക് 1 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 001 എന്ന് കൊടുക്കും. ഓക്കെ അല്ലേ? 1 ബില്യൺ 1 മില്യൺ 1001. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിപ്പോൾ നമ്മൾ അമേരിക്കൻ സിസ്റ്റത്തിലാണ് എഴുതിയത്. ഇനി നമുക്കിതിനെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ നിന്ന് 3 ഡിജിറ്റ് കഴിഞ്ഞ് വീണ്ടും 2 ഡിജിറ്റാണ് കോമ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്പർ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 1001 001 001. ഇനി നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിലെ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത് ആദ്യം 1s 10s 100 കഴിഞ്ഞ് കോമ കൊടുക്കുക. ദെൻ 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ കൊടുക്കുക. 1 2 1 2 1 2. ഓക്കെ, ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സി, 10 crore 20 lakh 30,000 40. ഇപ്പോൾ 10 crore അവിടെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10 എന്ന് തന്നെ എഴുതാം. 10, 20 lakh, ദെൻ 20 ഉണ്ട്. 2 എന്നായിരുന്നു നമ്മൾ 02 എന്ന് കൊടുക്കേണ്ടത്. 20 എന്നായതുകൊണ്ട് അവിടെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 20 lakh, ദെൻ 30,000. 1000ന്റെ പ്ലേസിലും 2 ഡിജിറ്റ് പറഞ്ഞിട്ടുണ്ട്, 30,000. ആൻഡ് 40 എഴുതുമ്പോൾ ഇവിടെ 100ന്റെ വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളവിടെ 040 എന്ന് എഴുതുക. ഓക്കെ അല്ലേ? ദെൻ നമ്പർ ഡി, 9 billion 80 million 700,600. ഓക്കെ, അപ്പോൾ 9 ബില്യൺ, ബില്യന് നമ്മൾ അത് തന്നെ എഴുതി, 9 ബില്യൺ, കോമ, ദെൻ 80 മില്യൺ. ഓക്കെ, 80 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ശരിക്കും നമുക്ക് 3 ഡിജിറ്റ് വേണം, പക്ഷെ അവിടെ 80ക്ക് 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 0 കൊടുക്കണം. 80 080 കോമ കൊടുക്കുക. ദെൻ 700ൽ അവിടെ 3 ഡിജിറ്റ് വരുന്നുണ്ട്, 700,000 അല്ലേ? അപ്പോൾ 700ൽ അവിടെ 3 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 700 കൊടുക്കാം. ദെൻ 600, പിന്നെ 600. ഓക്കെ, ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്, അടുത്ത 3 ഡിജിറ്റ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിനെ ഇന്ത്യൻ സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ ആദ്യം നമ്പേഴ്സ് മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 90 80 700 600. ഇനി നമുക്ക് കോമ കൊടുക്കണം. 1s 10s 100 കഴിഞ്ഞ് കോമ, ദെൻ ഓരോ 2 ഡിജിറ്റ് കഴിഞ്ഞ് വീണ്ടും കോമ കൊടുക്കണം. ഓക്കെ അല്ലേ? ഇപ്പോൾ കോമ ഇടുന്നത് കണ്ടോ കൂട്ടുകാർ? അപ്പോൾ
പ്ലേസ് വാല്യൂ നമ്മൾ പഠിച്ചു വച്ചിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ആൻഡ് റൈറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് വലിയ നമ്പർ എന്ന് ചെക്ക് ചെയ്ത് സിമ്പിൾ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. 30,000 3 lakh 30,000 ആണോ 3 lakh ആണോ വലുതെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എഴുതി നോക്കാം. 30,000 എന്ന് എഴുതുമ്പോൾ കൂട്ടുകാർ അതിൽ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ആദ്യം 30 ആണല്ലോ, 30യും 1000. അപ്പോൾ ഇവിടെ നമുക്ക് 30, ദെൻ 1000-നകത്ത് എത്ര 0? 30. ഓക്കെ, ദെൻ 3 lakh. അപ്പോൾ അതുപോലെ ഇവിടെ 3 എഴുതുക. ലാക്കിനകത്ത് എത്ര 0? 50. 1 2 3 4 5. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ വലുതാന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 ഡിജിറ്റ്. ഇവിടെ 1 2 3 4 5 6 ഡിജിറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് ഏതിനാണോ കൂടുതൽ ആ നമ്പറാണ് വലുത് അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിൾ എങ്ങനെ കൊടുക്കാം? 3 lakh ആണ് വലുത്. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ ഇങ്ങനെ ഇടാം. ഓക്കെ അല്ലേ? ദെൻ 500 lakh 5 million. അവിടെ നമ്മൾ ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതുക. 500 lakh ആണ്. അപ്പോൾ ആദ്യം 500 എഴുതുക. ദെൻ ലാക്കിനകത്ത് എത്ര 0 ഉണ്ട്? 50. വീണ്ടും 50 ഇട്ട് കൊടുക്കുക. 1 2 3 4 5. ദെൻ 5 million. 5 മില്യനകത്ത് എത്ര വരും? 5ഉം മില്യനകത്ത് 3 0 ആണ്, 3 ഡിജിറ്റ് ആണ് മില്യൺ. ദെൻ വീണ്ടും അത് കഴിഞ്ഞ് 100 ടെൻസ് വൺസ്, അതിനും എത്ര ഡിജിറ്റ് വരും? 3 ഡിജിറ്റ് വീതം നമ്മൾ കോമ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നമ്പർ ഓഫ് ഡിജിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇവിടെ 1 2 3 4 5 6 7 8. ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 8 ഡിജിറ്റ് ഉള്ള 500 lakh ആണ് വലുത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ദെൻ 800,000 8 million. 800,000 ആദ്യം 800 എഴുതുക. ദെൻ 1000-നകത്ത് 3 0, വീണ്ടും 3 0 ഇട്ട് കൊടുക്കുക. ദെൻ 8 million. 8 എഴുതി. മില്യൺ എന്ന് പറയുമ്പോൾ 3 0, വീണ്ടും അത് കഴിഞ്ഞ് 100 1000 ടെൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ് വരും? ഇവിടെ 1 2 3 4 5 6 ഡിജിറ്റ്. ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7 ഡിജിറ്റ്. അപ്പോൾ ഏതാ കൂടുതൽ? 8 million ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇങ്ങോട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ദെൻ 640 crore 60 billion. നോക്കാം. 640 എഴുതി. ഇനി ക്രോറിനകത്ത് എത്ര 0 ഉണ്ട്? അതിട്ട് കൊടുക്കുക. 7 zeros അല്ലേ? 1 2 3 4 5 6 7. ദെൻ ആദ്യം 60 എഴുതുക. ബില്യൺ കഴിഞ്ഞ് മില്യൻ്റെ 3 പ്ലേസിൽ 0 ഇടുക. അത് കഴിഞ്ഞ് എന്തിടും? 1000-ൻ്റെ 3 പ്ലേസിൽ 0 ഇടുക. ദെൻ 100 ടെൻസ് വൺസ്, ഇതിൻ്റെ എത്രയും പ്ലേസിൽ 0 ഇടുക. ഇനി നമ്മൾ കൗണ്ട് ചെയ്യണം നമ്പർ ഓഫ് ഡിജിറ്റ്. 1 2 3 4 5 6 7 8 9 10 ഡിജിറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ഡിജിറ്റ്. അപ്പോൾ ഏതാ വലുത്? 60 ബില്യൺ ആണ് വലുത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എങ്ങോട്ടാണ് നമ്മൾ സിമ്പിൾ ഇടുന്നത് ആ നമ്പർ ആയിരിക്കും വലുത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാർ പ്ലേസ് വാല്യൂ കൊടുക്കാൻ മനസ്സിലാക്കണം. അമേരിക്കൻ സിസ്റ്റത്തിൽ നമ്മൾ 3 ഡിജിറ്റ് വീതം കോമ കൊടുക്കും. ഇന്ത്യൻ സിസ്റ്റത്തിൽ 1s 10s 100 3 പ്ലേസ് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഡിജിറ്റ് വീതം കോമ ഇട്ട് പോവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.